പാക് പ്രവിശ്യയിൽ പാക് വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത്. ഭീകരപ്രവർത്തനങ്ങൾ തടയാനാണ് ഖൈബർ പഖ്തൂൺഖ്വയിൽ ആക്രമണം നടത്തിയത് എന്ന് പാക് വ്യോമസേന പ്രതികരണവും വന്നിട്ടുണ്ട്. کمال خزم و شمان این زرش پرس کا سونداج کم نالگی دلی دی ټول خاتم دی صلاة حفاظت وکي کی بمیا تو ودی نو دا کله د خپل خو کمال ختم کړ زنه نه څلور مشمون په دغه کټ کې دي څلور په ജിഷ്ണു രവീന്ദ്രൻ വിശദാംശങ്ങളുമായി. ജിഷ്ണു, നേരത്തെ തന്നെ ഈ ഖൈബർ പഖ്തൂൺഖ്വയിൽ ഒട്ടേറെ ഭീകര കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട്, തീവ്രവാദികൾ അവരുടെ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് ഈ മേഖലയെ എന്നുള്ളതിന്റെ റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ്. ഇപ്പോൾ ഇങ്ങനൊരു ആക്രമണം നടത്താനുള്ള വിശദീകരണം അതെന്താണ് പാക് വ്യോമസേന നൽകിയിട്ടുള്ളത്? തീർച്ചയായും അനുജ, അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട വിശദീകരണങ്ങൾ വരുന്നില്ലെങ്കിൽ കൂടി ഇത് ഒരു തുടർച്ചയായ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ സെപ്റ്റംബർ മാസം ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും റെയ്ഡുകളും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനപ്പെട്ട തീവ്രവാദി സംഘങ്ങളായ ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ ഹിസ്ബുൾ മുജാഹിദീൻ, അതുപോലെ ജമിയത്തുൽ ഉലമ പോലെയുള്ള തീവ്രവാദ സംഘങ്ങളെല്ലാം തന്നെ ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് അവരുടെ കേന്ദ്രങ്ങൾ മാറ്റിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ടെഹ്രിക് എ താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ താലിബാൻ വിഭാഗത്തിനെതിരെയാണ് ഈ ആക്രമണം നടന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. TTP എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഘം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സംഘവുമായി ബന്ധമുള്ള പാകിസ്ഥാനിലെ സംഘമാണ്. ഇവർ തുടർച്ചയായി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുകയും മെയ് 29-ന്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഖൈബർ പഖ്തൂൺഖ്വയിൽ TTPയുടെ ആക്രമണത്തിൽ 4 സൈനികർ മരിച്ചതായുള്ള വിവരങ്ങളുണ്ടായിരുന്നു. TTP എന്ന് പറയുന്ന സംഘം വളരെ പ്രധാനപ്പെട്ട സംഘമാണ്, ഒരു ഭീകരവാദി സംഘമാണ്. അവരാണ് മലാല യൂസഫ്സായിയുടെ തലയ്ക്ക് നേരെ വെടിയുതിർത്ത് കൊല്ലാൻ ശ്രമിച്ച സംഘമാണിവർ. അത് മാത്രമല്ല, പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയെ കൊല ചെയ്ത സംഘം കൂടിയാണ് TTP എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന പ്രദേശത്തിനും കൂടി ഒരു പ്രത്യേകതയുണ്ട്. അത് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അഫ്ഗാൻ താലിബാന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അത് വലിയ തലവേദനയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആക്രമണമാണ് നിലവിൽ നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മരണസംഖ്യ 30 ആയിരിക്കുന്നു. അതിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നുണ്ട്. കുട്ടികളുടെ ചിന്നിച്ചിതറിയ മൃതദേഹങ്ങളുടെ വിഷ്വലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ജിഷ്ണു, ഇപ്പോൾ ഭീകരരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം എന്നുള്ള പാക് വ്യോമസേനയുടെ ഔദ്യോഗികമല്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ള ഒരു വിശദീകരണം വരുന്നുണ്ട്. പക്ഷേ കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ട് എന്നൊക്കെയുള്ളത്, അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? സിവിലിയൻ, അതായത് സാധാരണക്കാരായ മനുഷ്യരാണ് കൂടുതലായി കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടി തീവ്രവാദികളെ കൊല്ലാൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ കൂടുതൽ സാധാരണക്കാരായ മനുഷ്യർ കൊല്ലപ്പെടുന്ന സാഹചര്യമാണുള്ളത്. കൂടുതലായിട്ട് കുട്ടികൾ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവരുടെ മൃതദേഹങ്ങൾ പലയിടത്തായി ചിന്നിച്ചിതറി കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ ചിത്രങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മിലിറ്റന്റ് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു മിലിറ്റന്റ് കേന്ദ്രം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു ഭീകരവാദ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു ആക്രമണം മാത്രമായി കാണാൻ സാധിക്കില്ല. ഇത് വലിയ തോതിൽ സാധാരണ മനുഷ്യരെ ബാധിച്ച ഒരു ആക്രമണമാണ്. ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്രമണത്തിന്റെ ഭാഗമായി കൂടി നമ്മൾ ഇതിനെ കാണണം. കാരണം നേരത്തെ തന്നെ സെപ്റ്റംബർ 13-ാം തീയതി തന്നെ ഇത്തരത്തിലൊരു ആക്രമണം സൈന്യവും TTPയും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ 12ഓളം സൈനികർക്ക് മരണം വരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതിന്റെ തുടർച്ചയിലാണ്. എന്നാൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഭീകരനെ കൊല്ലാൻ സാധിച്ചു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ സംഘത്തെ തകർക്കാൻ സാധിച്ചു എന്നോ ഉള്ള സ്ഥിരീകരിച്ച വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സാധാരണക്കാരായ മനുഷ്യർ നിരവധി പേർ മരിച്ചു വീണിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മരണമടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.